ഏകദേശം 50 വർഷം പഴക്കമുള്ള ഇന്ന് 120ഓളം രാജ്യങ്ങളിൽ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിലെത്തിയത് 1980കളിലാണ്. അക്കാലത്ത് ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഉൽപ്പന്നങ്ങളോടും വിതരണക്കാരോടുമുള്ള വിശ്വാസം കൂടാനത് കാരണമായിട്ടുണ്ട്. 2010-പുറം 1996-ൽ ഇന്ത്യയിലെത്തിയ ആംവേ, കൂടാതെ ടപ്പർവെയർ, മോഡിക്കെയർ പോലുള്ള കമ്പനികൾ കൊടികുത്തി വാഴുന്ന ഇന്ത്യയിലേക്ക് ചെന്നൈ ആസ്ഥാനമാക്കി 2013 മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി കടന്നു വരുന്നു. പെട്ടെന്ന് പണക്കാരാകുക എന്ന മൈൻഡ് സെറ്റുള്ള ഇന്ത്യൻ ജനതയുടെ ഉള്ളിലേക്ക് അപ്പോഴേക്കും വ്യാജന്മാർ കടന്നു വന്നിരുന്നു. ഒരുപാട് ആളുകളുടെ പണവും നഷ്ടപ്പെട്ട് വളരെ മോശം പേരിൽ കടന്നു പോകുന്ന മേഖലയിൽ പിടിച്ചു നിൽക്കാൻ തെല്ലൊന്നുമല്ല മൈ ലൈഫ് സ്റ്റൈൽ കമ്പനിയും അതിലെ ആളുകളും കഷ്ടപ്പെട്ടത്. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെക്കുറിച്ചും കമ്പനി പ്രവർത്തനം ആരംഭിച്ച സാഹചര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള മാനേജ്മെൻറ്റ് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 2009 മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ മികച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന പരമോന്നത അംഗീകാരമായ ആയുഷ് പ്രീമിയം മാർക്കോടുകൂടിയാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയത്. ഏത് സാധാരണക്കാരനെയും തൻ്റെ ആരോഗ്യവും ഒപ്പം സാമ്പത്തികവുമായുള്ള സപ്പോർട്ട് നൽകാൻ നല്ലൊരു ലാഭം നൽകുന്നതിന് വേണ്ടി കമ്പനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജനങ്ങൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് പഠിക്കുവാനും സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുവാനും സ്കിൽ ഇന്ത്യയുടെ സപ്പോർട്ടോടുകൂടി ആരംഭിച്ച ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എടുത്തു പറയേണ്ടതാണ്. ഇന്ന് പ്രൊഡക്റ്റ് ട്രെയിനിങ് നൽകുന്നതിനും മറ്റ് പാഠ്യേതര ആവശ്യങ്ങൾക്കുമായി പ്രവർത്തിച്ചു പോരുന്നു. അന്ന് കമ്പനി നൽകുന്ന ഏറ്റവും ഉയർന്ന കമ്മീഷൻ ആരൊക്കെ വാങ്ങുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അവർ എത്രത്തോളം ഉണ്ടെന്ന് പറയാനാകില്ല. അത്രയും അധികം അച്ചീവേഴ്സാണ് ദിനം പ്രതി കടന്നു വരുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് എന്ന് പറയുന്ന വാക്കുകളെ അന്വർത്ഥമാക്കും വിധം ഇന്ന് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന വ്യക്തികളെ സൃഷ്ടിക്കുവാൻ ഈ കൊച്ചു കേരളത്തിൽ നിന്നും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കൊച്ചു ഗ്രാമമായ മാനന്തവാടിയിൽ നിന്നും കടന്നു വന്ന MS പ്രസാദ്, കോഴിക്കോടിലെ പേരാമ്പ്രയിൽ നിന്നും വന്ന സത്യം മാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അടങ്ങിയ ശക്തമായ ടീം സൺ ഇൻ്റർനാഷണൽ. കൃത്യമായ എണ്ണം ഇന്നും തിട്ടപ്പെടുത്താനാകാത്ത വിധം അച്ചീവേഴ്സാണ് അവർക്കുള്ളിലുള്ളത്. യുവജനങ്ങൾ എത്തിപ്പെടില്ല എന്നൊരു മിഥ്യാധാരണ ഈ ഒരു മേഖലയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ പൊളിച്ചെഴുതും വിധം ഉയർന്നു വന്ന ടീമാണ് ടീം റോയൽ ബറ്റാലിയൻ. ചെറുപ്പക്കാരെ കൂടെ നിർത്തി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നും ഇജാസ് മുഹമ്മദ്, സിനാൻ, ജസീർ മുഹമ്മദ് എന്നിവർ നയിക്കുന്ന ഈ ടീമിന് ഇന്ത്യയിലെ ആദ്യത്തെ പ്രായം കുറഞ്ഞ സീലിംഗ് അച്ചീവർ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2024 ഡിസംബർ 29 അവർ തങ്ങളുടെ 6ാം വർഷം ആഘോഷിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ലാതിരുന്ന പലരും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിഞ്ഞെങ്കിൽ അത് ആ യുവത്വത്തിന് തിളപ്പ് മാത്രമല്ല, ശക്തമായൊരു കമ്പനിയുടെ സപ്പോർട്ടും ആ ടീമിൻ്റെ കൃത്യമായ പ്ലാനിങ്ങുകളുമാണ്.